നമസ്കാരം. അമേരിക്കൻ സേനയിൽ തമ്മിൽ തല്ല്. ട്രംപിസം തകരുന്നു, അമേരിക്ക തളരുന്നു. അമേരിക്കൻ സേനയിൽ വലിയ അഴിച്ചുപണിയാണ് നടക്കുന്നത്. അമേരിക്കൻ നാവികസേനാ സെക്രട്ടറി ജോൺ ഫെലാൻ സ്ഥാനം ഒഴിയുന്നു. ഇറാനുമായിട്ടുള്ള സംഘർഷവും ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധവും തുടരുന്നതിനിടെയുള്ള ഈ മാറ്റം പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ സേനയിൽ തമ്മിൽ തല്ലാണ്. ട്രംപിസം തകരുകയാണ്, അമേരിക്ക തളരുകയാണ്. അമേരിക്കൻ നാവികസേനാ സെക്രട്ടറി ജോൺ ഫെലാൻ സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പെന്റഗണാണ് ഇക്കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചത്. ഫെലാന്റെ രാജി ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും നാവികസേന അണ്ടർ സെക്രട്ടറി ഹാങ് കാവോ ആക്ടിംഗ് സെക്രട്ടറിയായി ചുമതലയേൽക്കുമെന്നും പെന്റഗൺ വക്താവ് പറയുന്നു. ഇറാനുമായിട്ടുള്ള സംഘർഷവും ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധവും തുടരുന്നതിനിടെയുള്ള ഈ മാറ്റം പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഫെലാന്റെ രാജിക്കുള്ള കാരണം വ്യക്തമാക്കാൻ നാവികസേന തയ്യാറായിട്ടില്ല. എന്നാൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സന്റെ നേതൃത്വത്തിൽ സൈന്യത്തിന് തലപ്പത്ത് നടന്നു വരുന്ന അഴിച്ചുപണിയിലൂടെ അതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജി എന്നുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ സൈന്യത്തിലെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ ഹെക്സത്ത് സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് റാൻഡി ജോർജ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇത്തരത്തിൽ പുറത്തുപോയവരാണ്. 2025 മാർച്ചിലാണ് സിവിൽ ഉദ്യോഗസ്ഥനായ ജോൺ ഫെലാൻ നാവികസേനാ സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റത്. പകരം ചുമതലയേൽക്കുന്ന ഹാങ് കാവോ 25 വർഷത്തെ സേവന പരിചയമുള്ള നാവികസേനാ ഉദ്യോഗസ്ഥനാണ്. 2024 നടന്ന US സെനറ്റ് തെരഞ്ഞെടുപ്പിൽ വെർജീനിയയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടുകൂടി കാവോ മത്സരിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. സൈനിക പശ്ചാത്തലമുള്ള ഒരാൾ നാവികസേനയുടെ തലപ്പത്തേക്ക് വരുന്നത് നിലവിലെ ഒരു യുദ്ധസാഹചര്യത്തിൽ നിർണായകമാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം ശക്തമായി തുടരുന്നതിനിടെയാണ് ഈ നേതൃമാറ്റം. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഫലപ്രദമാണ് എന്നും ഇറാൻ നിലവിൽ ദുർബലമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കുമ്പോഴും കരോലിൻ ലെവിറ്റ് പറഞ്ഞു വെക്കുന്ന ഈ ഇതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അമേരിക്കയും ഇസ്രായേലും വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് എന്നും അതിനാൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കില്ല എന്നുമാണ് ഇറാന്റെ നിലപാട്. കടലിടുക്കിൽ ഇറാൻ 2 കപ്പലുകൾ പിടിച്ചെടുത്തടക്കം മേഖലയിലെ സംഘർഷം അതിരൂക്ഷമാകുന്നു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന പാതയെന്ന നിലയിൽ ഹോർമൂസ് കടലിടുക്കിലെ ഓരോ നീക്കവും ആഗോള തലത്തിലടക്കം ശ്രദ്ധിക്കപ്പെടുന്നു. ഇതിനിടെയാണ് പെന്റഗണിൽ ഉണ്ടാകുന്ന ഉന്നതതല മാറ്റങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ ഭാവി സൈനിക നീക്കങ്ങളെ ഒക്കെ എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നത്. സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സത്ത് സൈന്യത്തെ തന്റെ താല്പര്യത്തിനനുസരിച്ച് ഉടച്ചു പാർക്കുന്നതിനെതിരെ നേരത്തെ തന്നെ വിമർശനങ്ങൾ വരുന്നു. ജോൺ ഫെലാന്റെ സേവനത്തിന് നന്ദി അറിയിക്കുന്നതായിട്ടും അദ്ദേഹത്തിന്റെ ഭാവി കാര്യങ്ങൾ ശുഭകരമാകട്ടെ എന്ന് ആശംസിക്കാട്ടും പെന്റഗൺ വക്താവ് പറയുകയും ചെയ്തു. അങ്ങനെ ഇറാനുമായിട്ടുള്ള ചർച്ചകളിൽ പുരോഗതി ഇല്ലാത്തതും ഉപരോധം തുടരുന്നതും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾക്കുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും സൈനിക തലപ്പത്തെ ഈ അനിശ്ചിതത്വം തീരുമാനങ്ങളെ ബാധിക്കുകയാണ്. അതായത് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്തും കപ്പലുകളുടെ സുരക്ഷയും പുതിയ നാവികസേനാ മേധാവിക്ക് വലിയ വെല്ലുവിളികളാകുകയാണ്. ട്രംപ് ഭരണകൂടത്തിലെ പല ഉന്നതരും രാജിവെച്ചൊഴിയുന്ന സാഹചര്യം എന്ന് പറയപ്പെടുന്ന ഭരണസ്ഥിരതയെ ബാധിക്കുന്നുണ്ട് എന്നുള്ള വാദമാണ് ശക്തമാകുന്നത്. സൈനിക ഉദ്യോഗസ്ഥർക്കിടയിൽ ഹെക്സത്തിനോടുള്ള അതൃപ്തിയാണ് പലരെയും പുറത്താക്കുന്നതിലേക്കോ അല്ലെങ്കിൽ രാജിവെക്കുന്നതിലേക്കോ ഒക്കെ നയിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരും. നാവികസേനയിലെ ഈ മാറ്റം ഇറാനെതിരെയുള്ള ഉപരോധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടതാണോ എന്നുള്ള സംശയമടക്കം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനിടെ ആഗോള എണ്ണ വിപണിയിൽ നിലവിലെ സാഹചര്യം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയാണ്. എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും പിടിച്ചെടുക്കലുകളും വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയാണ്. ഹാങ് കാവോയുടെ നേതൃത്വത്തിലുള്ള നാവികസേന ഹോർമൂസ് കടലിടുക്കിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ വരും ദിവസങ്ങളിലെ സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇറാന്റെ പുതിയ നീക്കങ്ങളെ പ്രതിരോധിക്കുവാൻ അമേരിക്കൻ സൈന്യം കൂടുതൽ ജാഗ്രതയോടുകൂടി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. സാമ്പത്തിക ഉപരോധത്തിനൊപ്പം സൈനികമായിട്ടുള്ള കരുത്ത് പ്രകടനത്തിനും ട്രംപ് തയ്യാറെടുക്കുന്നതായിട്ടാണ് വൈറ്റ് ഹൗസിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഫെലാന്റെ വിടവാങ്ങലും കാവോയുടെ വരവുമൊക്കെ ഈ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് കരുതപ്പെടേണ്ടത്. അമേരിക്കൻ സേനയ്ക്കകത്ത് പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ ഈ ട്രംപിസത്തെ കുറിച്ച് വാചാലാരാകുന്നവർ മാത്രമാണ്. ട്രംപിസം പക്ഷേ അമേരിക്കയിൽ തകരുകയാണ്. ട്രംപ് ഒറ്റപ്പെടുകയാണ്. ട്രംപിനെ ഇനി അവിടുത്തെ ജനങ്ങൾ തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും ഈ യുദ്ധം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.